എന്തൊരു ചൂടാലേ! ഈ ചൂടത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തണുത്ത പുഡിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഞാനിവിടെ കരിക്ക് വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കരിക്ക് കുറച്ചൊന്ന് മൂത്തുപോയി. സാരമില്ല, അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ചൈന ഗ്രാസ്. പ്ലെയിൻ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് 10 ഗ്രാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പാല് വേണം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 250 ml 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒരേ സമയം ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റൗവിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, മറ്റേ സ്റ്റൗവിൽ നമ്മുടെ ചൈന ഗ്രാസിൻ്റെ മിക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയം ചൂടായിട്ട് കിട്ടും. അപ്പോൾ പാല് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചൂടായിട്ടുള്ള ചൈന ഗ്രാസ്, മെൽറ്റായ ചൈന ഗ്രാസ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാലിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാലിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പുഡിംഗ് ട്രേയിലേക്കോ ഗ്ലാസിൻ്റെ ബൗളിലേക്കോ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കരിക്കിൻ്റെ പീസും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പുറത്ത് വെച്ചിട്ടോ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 മണിക്കൂർ വെച്ചാൽ മതിയാവും. നമ്മുടെ പുഡിങ് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് കൂടിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കണേ. എന്തായാലും ഇഷ്ടമാവും.